സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിതരണവും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപയ്ക്കൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേര് ഈ പെൻഷന്റെ ഗുണഭോക്താക്കളാണ്. മെയ് മാസം 24 മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. സഹകരണ ബാങ്ക് വഴി വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിച്ചെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് പെൻഷൻ തുക ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. ബാങ്കിംഗ് തടസ്സം നേരിട്ടത് കാരണം സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഉപഭോക്താക്കൾക്കാണ് ഈ തടസ്സം നേരിട്ടത്. ബുധനാഴ്ച ഈ തടസ്സം നീങ്ങുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിയിരുന്നു. സാധാരണ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തിച്ചേർന്നതിനു ശേഷമാണ് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നത്. കൂടാതെ 3200 രൂപ ഒറ്റത്തവണയായിട്ടല്ല ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക. 1600 രൂപ വീതം 2 തവണയായിട്ടായിരിക്കും അക്കൗണ്ടിൽ തുക എത്തുക. എന്നാൽ വീടുകളിൽ പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റത്തവണയായി 3200 രൂപ ലഭിക്കുന്നതുമാണ്. ബാങ്ക് അക്കൗണ്ടിൽ 1600 രൂപ വന്നതിന് ശേഷമായിരിക്കും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിലോ ആയിരിക്കും അടുത്ത 1600 രൂപ ലഭിക്കുക. ഇന്നും നാളെയും പെൻഷൻ തുക എത്താത്തവർക്ക് ജൂൺ മാസം 5-ാം തീയതി വരെ സമയമുണ്ട്. 5-ാം തീയതി വരെയായിരിക്കും പെൻഷന്റെ വിതരണം നടക്കുന്നത്. ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വീതം ലഭിക്കുന്നവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക. 2 മാസത്തെ പെൻഷൻ തുക ആയതിനാൽ 400, 600, 1000 എന്നീ കുറവുകളായിരിക്കും ഉണ്ടാകുന്നത്. ഈ കേന്ദ്ര തുക ഏതാനും ദിവസത്തിനുള്ളിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതുമാണ്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉപഭോക്താക്കൾക്ക് നൽകാനുള്ളത്. ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപയുടെ വിതരണമാണ് മെയ് മാസത്തിൽ ആരംഭിക്കുന്നത്.